ഞാൻ ദീപ. അപ്പം നമ്മുടെ 1 വീക്ക് വ്ലോഗ് ചലഞ്ചിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്, 7ാമത്തെ വീഡിയോ ആണിത്. അപ്പം ഇത് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഏൺ ചെയ്യുന്ന മണി നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിലും പറഞ്ഞു വന്നപ്പം നമുക്ക് എല്ലാവർക്കും പല ടൈപ്പ് ഓഫ് സേവിങ്സ് അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുക, പൈസ മിച്ചം വെച്ച് നമ്മൾ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്നത് LIC, FD, RD, ചിട്ടി, ഈ 4 ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ. പിന്നെ ഗോൾഡ്, ഇതൊക്കെയാണ് മനസ്സിലോട്ട് ഓടി വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊന്ന് വേറിട്ട് എന്തുകൊണ്ട് ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ്സിനെക്കാട്ടിലും നമുക്ക് റിട്ടേൺസ് കിട്ടണ ബേസ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് അതുപോലുള്ള മറ്റ് ഓപ്ഷൻസിനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഈ ഒരു സീരീസ് യൂസ് ചെയ്തു. അത് എത്രത്തോളം ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് എനിക്കൊരു ഉപകാരം വന്നു. ഞാൻ കുറേ നാളായിട്ട് ഈ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഒന്ന് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കുറച്ചൊന്ന് നിർത്തി വെച്ചേക്കുമായിരുന്നു. കാരണം എൻ്റെ ഒരു ജോലി പോയ ആ ഒരു ടൈമിന് ശേഷം ഞാനത് നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനത് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു വൈ നോട്ട് ഒന്നുകൂടെ അത് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സീരീസ് എനിക്കെന്തായാലും ഉപയോഗപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എനിവേ, അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏൺ ചെയ്യുന്ന മണി നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലാൻസിൽ നിന്ന് വിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു ഡിസ്കഷനാണ് ഞാൻ പോയത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതൊക്കെ എവിടെ നിന്ന് പോയിട്ട് വാങ്ങിക്കണം, എങ്ങനെ നോക്കണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടൊരു ഓവർവ്യൂ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇത്രയും വീഡിയോസിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺക്ലൂഷനാണ്. പിന്നെ ഇതുവരെ ആൾക്കാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ഇൻട്രസ്റ്റ് മിക്കവരും കാണിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളതും കൂടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീബ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാർ ചോദിച്ചേക്കുന്നത് LIC സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടില്ലേ എന്നാണ്. അപ്പോൾ LIC പോളിസി സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 30% അതും 3 വർഷം നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, അറ്റ്ലീസ്റ്റ് 3 വർഷമെങ്കിലും അടച്ചിരിക്കണം, എന്നാൽ മാത്രമേ സറണ്ടർ ചെയ്ത് നമുക്ക് പൈസ തിരിച്ചിട്ടുള്ളൂ. അത് LICക്ക് മാത്രമല്ല, ഏതൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാലും അവർ 3 മാസം മിനിമം പീരീഡ് പറയുന്നുണ്ട്. ആ ഒരു പീരീഡിൽ അടച്ചു കഴിഞ്ഞാൽ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്യണമെങ്കിൽ സറണ്ടർ ചെയ്യാം. പക്ഷേ ഓരോ ഡോക്യുമെൻറ്റിലും എഴുതിയിട്ടുണ്ട് എത്ര ശതമാനം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ LICയുടെ കേസിൽ ഒരു 30% ഓഫ് ദ പ്രീമിയം നമ്മൾ പേ ചെയ്ത പ്രീമിയം പ്ലസ് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം എനിക്കങ്ങനെ കുറേയൊക്കെ അടയ്ക്കാൻ പറ്റാണ്ടായി പോയിട്ടുണ്ട്. LIC കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിങ്ങനെ സറണ്ടർ ചെയ്യുന്ന ഓപ്ഷനാണോ നല്ലതെന്ന് പറഞ്ഞ് ചോദിച്ചു ചെന്നപ്പം LICയുടെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അത് ലാപ്സ് ആക്കി അങ്ങ് വിടുക, അതായത് LIC പേയ്മെൻറ്റ് അടയ്ക്കാതിരിക്കുക. എന്നിട്ട് ഇതിനൊരു ഇപ്പോൾ 24 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സ് ഒക്കെ ആയിരിക്കുമല്ലോ കാലാവധി. ആ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് റീഡീം ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ അടച്ച പ്രീമിയം നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടും. ചെറിയ ബോണസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് സറണ്ടർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് സറണ്ടർ ചെയ്യാം. പക്ഷേ ഇതാണ് 30% ഓഫ് ദ പ്രീമിയം മാത്രമേ കിട്ടത്തുള്ളൂ. അതും വേറെ എന്തെങ്കിലുമൊക്കെ കിഴിവുകളും ബോണസായിട്ട് നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മണി ബാക്ക് പോലത്തുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ അതിൻ്റെയും എല്ലാം കളഞ്ഞേച്ച് മാത്രമേ ഒരു എമൗണ്ട് തരത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു പോളിസി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പം കാര്യമായിട്ട് അന്വേഷിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈല സാജനാണ് ചോദിച്ചേക്കുന്നത്. പുള്ളിക്കാരി എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ LIC നല്ലൊരു സേവിങ്സ് അല്ലേ, 3 വർഷം കഴിഞ്ഞാൽ ലോൺ എടുക്കാം. രണ്ടുമാണ്. LIC എടുക്കാൻ പ്ലാൻ ഉണ്ടേ പറഞ്ഞോളൂ. ഓക്കെ, അതെ, 3 വർഷം കഴിഞ്ഞാൽ ലോൺ എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ലോൺ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മൾ LIC എടുക്കുന്നതിൽ കാര്യമില്ല. ഞാൻ എന്തുകൊണ്ടാണ് LICക്ക് എതിരായിട്ട് സംസാരിക്കുന്നത്? എതിരല്ല, LIC
LIC എന്നുള്ളതല്ല, ഏതൊരു ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസി വലിയ ഗുണമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വിശ്വാസം കറക്റ്റ് ആവണം എന്നില്ല. എൻ്റെ ഒരു തോട്ട് ഇങ്ങനെയാണ്. നമ്മളിപ്പം എല്ലാവരും LIC പോളിസീസ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാക്സ് സേവിങ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ടാക്സ് സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ലാബിൽ നിൽക്കുവാണ്, നമുക്ക് ഒരു 20,000 കൂടെ ടാക്സബിൾ ഇൻകം വരുവാണ്. അപ്പോൾ 20,000 ടാക്സബിൾ ഇൻകം വരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 10% നമുക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കാൻ കാണും. ടാക്സ് ആയിട്ട് അടയ്ക്കാനായിട്ട് ചിലപ്പം വരുമായിരിക്കും. അപ്പോൾ ആ ഒരു 10% ചിലപ്പോൾ ഒരു 2,000 രൂപ വല്ലതായിരിക്കും. ആ 2,000 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 20,000 ടാക്സബിൾ ഇൻകം വരുന്നതുകൊണ്ട് 20,000 ഒരു പോളിസി എടുത്ത് കാണിക്കും. നമുക്ക് വലിയ സംഭവമാണ്. എന്താണ് 20,000 പോളിസി കാണിച്ചു കഴിയുമ്പം നമുക്ക് 2,000 റുപ്പീസ് ഇളവ് കിട്ടും, ടാക്സ് അടയ്ക്കാതെ സേവ് ആവും. പക്ഷെ നിങ്ങളത് തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യമില്ലാതെ ആ ജസ്റ്റ് ഒരു ടാക്സ് സേവിങ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്ന പോളിസിയാണ്. നമ്മൾ പർപ്പസ്ഫുള്ളി അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശത്തിലൊന്നും അല്ല എടുക്കുന്നത്, ഈ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ 2,000 രൂപ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 20,000 രൂപയുടെ ഒരു LIC എടുത്തു. എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പല പ്രാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങനൊരു എക്സ്ട്രാ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വിട്ടുകളയുക. 2,000 രൂപ പോകുന്നതാണ്, നമ്മൾ 20,000 രൂപ ആ മാർച്ച് മാസം ഏപ്രിൽ മാസം കളയുന്നതാണ് നല്ലത്. ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ. അതാണ് എൻ്റെ ഒരു ചിന്ത. ഈ ചിന്ത എപ്പോഴും കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് അത് അങ്ങനെ തോന്നിയുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു ടാക്സ് സേവിങ് എന്നുള്ള പർപ്പസിൽ LIC എടുക്കുന്നതിനോട് ഞാനൊരു ഒരിക്കലും യോജിച്ച് വരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് LIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. നമ്മുടെ ലൈഫിനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ അഭാവത്തിൽ നമ്മൾ കൊടുക്കാൻ ചാൻസ് ഉള്ള അതേ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്താണ് LIC എടുക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ടേം പോളിസീസ് ആണ്. ടേം പോളിസീസ് ആകുമ്പോൾ അതിനകത്തെ ഡിസഡ്വാൻറ്റേജ്, അത് എന്തുകൊണ്ടാണ് ആൾക്കാർ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പ്രീമിയം കൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ഓഫ് കവറേജ് നമുക്ക് കിട്ടും ടേം പോളിസിയിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോൾ ഇത് ലാപ്സ് ആ അടച്ച എമൗണ്ട് പോകും, നമുക്ക് തിരിച്ചു കിട്ടില്ല. നമുക്ക് ക്ലെയിം ചെയ്യായിരിക്കും, പക്ഷേ അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. ലൈക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, നമുക്ക് മെഡിക്കലി യാതൊരു അത്യാവശ്യങ്ങളും വന്നില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിന് ഒരു വർഷം കൊടുക്കുന്ന 6,000-7,000 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും, കിട്ടില്ല. അതുപോലെ തന്നെയാണ് ടേം ഇൻഷുറൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവരും ഇപ്പം ഈവൻ ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഉണ്ടല്ലോ, അവർ പോലും ഇത് സജസ്റ്റ് ചെയ്തില്ല. എൻ്റെയൊക്കെ കേസിൽ എൻ്റെ അങ്കിളായിരുന്നു. അങ്കിളിനോട് ഞാൻ പറയാം എനിക്ക് ടേം പോളിസി വേണമെന്ന് പറഞ്ഞാൽ അയ്യോ അത് എന്തോ ഒരു മരണത്തിൻ്റെ ഇതല്ലേ, അത് നീ എടുക്കണ്ട, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കും റിട്ടേൺ വേണം. അതായത് ടേം പോളിസീസ് ആകുമ്പോൾ ഈ അടയ്ക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല, അതങ്ങ് പോവില്ലേ. അപ്പം അങ്ങനെ പോകാൻ വേണ്ട, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ക്ലബ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റു പോളിസീസ്. അതായത് 25 വർഷത്തേക്ക് 5 ലക്ഷത്തിൻ്റെ പോളിസി എന്നൊക്കെ പറയുമ്പോൾ 25 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ടിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാകത്തുമില്ല. നമ്മുടെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. 5 ലക്ഷമാണ്, 5 ലക്ഷം കവറേജ്. 5 ലക്ഷമൊക്കെ കവറേജ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മളാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെങ്കിൽ 5 ലക്ഷം 25 ലക്ഷം രൂപ കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ മരണപ്പെട്ടു, നമ്മുടെ ആ ഒരു ഫാമിലിക്ക് 5 ലക്ഷം 25 ലക്ഷം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ വലിയ കവറേജ് കിട്ടുന്ന സംഭവം ഉണ്ടെങ്കിൽ അതല്ലേ എടുക്കണ്ടേ. ഇത് ഞാൻ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോക്കിയയുടെ പഴയ മറ്റേ പട്ടിനെ അറിയാൻ യൂസ് ചെയ്യുന്നെന്ന് പറയത്തില്ലേ ഫോൺ, ആ ഫോണിൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാമോ? അതിൽ ജസ്റ്റ് നമുക്ക് കോൾ ചെയ്യാനും SMS അയക്കാനേ പറ്റത്തുള്ളൂ. അതാണ് ശരിക്കും ഒരു ഫോണിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം ആ ഫോൺ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ എത്ര വിളിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് അതിൻ്റെ ചാർജ് നിൽക്കും. അതേസമയം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഫോൺ, ഇതിൽ ഫോൺ വിളിക്കുക, SMS അയക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സിനിമ കാണാൻ പറ്റും, വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ പല സംഭവങ്ങൾ ഇതിനകത്ത് കുത്തി കയറ്റിയേക്കാണ്. ലൈക്ക് ട്രഡീഷണൽ പോളിസീസിനകത്ത്
ഓരോ കാര്യങ്ങൾ, എൻഡോമെൻറ്റ് പ്ലാന്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കയറ്റിയേക്കുന്ന പോലെ തന്നെ, ക്രിട്ടിക്കൽ ഇൽനെസ് എല്ലാം കൂടെ കുത്തിക്കയറ്റിയേക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് കുത്തിക്കയറ്റിയേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ പർപ്പസ് ആയിട്ടുള്ള ഫോൺ വിളിക്ക് ചിലപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചാർജ് അങ്ങ് പോവും. ഒരു ദിവസം കംപ്ലീറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് ഫുള്ളി പോകും. ഒരു ദിവസം തന്നെ നമ്മൾ എത്ര പ്രാവശ്യം ഇത് ചാർജ് ചെയ്യാൻ വെക്കും. അതേസമയം മറ്റേ ഫോണാണ് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് 2 ദിവസം നമുക്ക് പിന്നെ ചാർജ് ചെയ്യാണ്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് ആണ് എനിക്ക് ട്രഡീഷണൽ പോളിസീസും ഇതും തമ്മിൽ പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പോളിസീസ് എടുത്തിട്ടുണ്ട്, LIC ലൈഫ്, പിന്നെ പോളിസി ഇൻഷുറൻസ് പോളിസീസ് കൂടുതലും ഇപ്പോൾ വേറെ പല കമ്പനികളുടെയും വ്യത്യാസമായിട്ട് LIC തന്നെയാണ് എനിക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാൻ പാകമായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ നമുക്കൊരു വിശ്വാസക്കുറവുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിന് കുറച്ചും കൂടെ വിശ്വാസമാണ്. അതിൻ്റെ തന്നെ ഒത്തിരി പോളിസീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും LIC അഡ്വൈസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. കാരണം പർപ്പസ് എന്തുവാണ്, അതിനുള്ള കവറേജ് നമുക്ക് ഈ ഒരു ട്രഡീഷണൽ പ്ലാനിൽ നിന്ന് കിട്ടത്തില്ല. അത്രയും പോളിസീസും എടുക്കണം, അത്രയും നമ്മൾ പ്രീമിയംസും അടയ്ക്കണം. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അപ്പോൾ അതിനകത്ത് ഒരു ബൈ പ്രോഡക്റ്റ് ടാക്സ് സേവിങ് വരികയാണ്. പക്ഷേ ടാക്സ് സേവിങ്ങും അതിനകത്തൊരു ഘടകമൊന്നുമല്ല. 20,000 രൂപയുടെ പോളിസി എടുത്തിട്ട് 2,000 രൂപ സേവ് ചെയ്യുക എന്ന് പറയാൻ എന്ത് ലോജിക്കാണുള്ളത്? നമുക്ക് ലോജിക്ക്, നമ്മളന്നേരം ലോജിക്കൊന്നും ആലോചിക്കില്ലോ, അയ്യോ എങ്ങനെയെങ്കിലും സേവ് ചെയ്യുക, എന്ത് ആ ടാക്സ് അങ്ങ് അടഞ്ഞു പോയാൽ അത്രയല്ലേ ഉള്ളൂ കാര്യം, അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ചിന്തയാണ്, ജസ്റ്റ് ഒരു തോട്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എന്നാ ചൂട്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കുറച്ചും കൂടെ പറയുമോ? നിമ്മീസാണ്. ഞാൻ ഓൾറെഡി മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസ് ഇറ്റ് സേഫ് ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് ത്രൂ ആപ്സ്? ഹൗ ക്യാൻ വി ആക്സസ് ദ ആവറേജ് റിട്ടേൺ ഫ്രം ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട്? ആപ്പ് വഴി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അറിയില്ല, ഞാനിതുവരെ ചെയ്തിട്ടില്ല. എനിക്കെന്തോ അത് സേഫായിട്ട് തോന്നിയിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഓഫീസസിൽ, ബ്രാഞ്ച് ഓഫീസിൽ ചെന്നിട്ട് എഴുതി കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ HDFC സെക്യൂരിറ്റീസിൻ്റെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം HDFC സെക്യൂരിറ്റീസ്, അതിനകത്ത് നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ SIP സ്റ്റാർട്ട് ചെയ്യാനും ലംസമായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോൾ പുതിയൊരു ഫീച്ചറാണ് ഞാൻ കണ്ടത്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടു, ഞാനതിന് ഒരു SIP സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയും പറ്റും. അല്ലാതെ ഈ ആപ്പും അല്ലാണ്ട് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത്ര നല്ലതാണെന്ന്, സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അറിയില്ല, അതിനെപ്പറ്റി അന്വേഷിച്ചാലേ അറിയത്തുള്ളൂ. പിന്നെ ഹൗ ക്യാൻ വി ആക്സസ് ദ ആവറേജ് റിട്ടേൺ ഫ്രം ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട്? അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. അങ്ങനെ ആവറേജ് എത്രയാണ് റിട്ടേൺ എന്നൊക്കെ മനസ്സിലാക്കാൻ എല്ലാം കൂടി ഒരിടത്ത് നമുക്ക് കിട്ടത്തില്ല. ഇപ്പം നമുക്കങ്ങനെ ISA അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ്, ഈ ISA അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പിന്നെയും കിട്ടും, അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ റിട്ടേണും കാര്യങ്ങളൊക്കെ, എത്രത്തോളം റിട്ടേൺസ് നമുക്ക് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മറ്റത് ഇൻഡിവിജ്വലി നമ്മൾ പോയിട്ട് പലയിടത്തു നിന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ചോദിച്ചാൽ ഐശ്വര്യ M ആണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ അനിത രഘുനാഥാണ് ചോദിക്കണേ. പോസ്റ്റ് ഓഫീസ് സേവിങ് ലൈക്ക് RD, MIS ആർ ഓൾസോ ഗുഡ് ഓപ്ഷൻ, യു ഡിഡ്ന്റ് മെൻഷൻ അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി ഞാൻ മെൻഷൻ ചെയ്യാത്തത് ഇതുകൊണ്ടാണ്, കാരണം എൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും ഈ പോസ്റ്റ് ഓഫീസിൻ്റെ സേവിങ്സ്, FD, LIC, ഗോൾഡ്, ചിട്ടി, ഇതൊക്കെയാണ് സേവിങ്സ് എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ വെൻ കമ്പയർഡ് ടു നമ്മുടെ ആക്ച്വൽ, അതായത് വെൽത്ത് ഉണ്ടാക്കണമെന്നുള്ള നിങ്ങളുടെ ഉദ്ദേശം എങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ആൻഡ് മ്യൂച്വൽ ഫണ്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഏജും റിസ്ക്കും ഒക്കെ വെച്ച് നോക്കിയിട്ട് അതിലൊന്ന് ട്രൈ ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ആ ഒരു ഇത് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറയാതെ പോയത്. കാരണം അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെയൊക്കെ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം പോയ ഒരു 7 to 8% ഒക്കെ മാക്സിമം വരത്തുള്ളൂ. സീനിയർ സിറ്റിസൺ ആണ് ഒരു 10-12 ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളിടുന്ന എമൗണ്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു വർക്കിംഗ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സിലാണ്.
മറ്റിടത്തെന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്തും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സെയിം തന്നെയായിരിക്കും. കാരണം ആ ഒരു ഇൻഫ്ലേഷൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അത്രയും എത്തുമ്പോഴത്തേക്കും ഇതിന് വലിയ വാല്യൂ ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഒരു ഗുഡ് ഓപ്ഷനായിട്ട് പറയാത്തത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു അവയർനെസ്സിലോട്ട് കടന്നതുകൊണ്ടാണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ക്വസ്റ്റ്യൻസ് അധികമൊന്നും ഇല്ല, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാട്ടിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഇതിന് വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും നമുക്കിത് ചെയ്യാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക, അതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അപ്പം അത് എനിക്ക് പറ്റിയെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.